ഗായ്സ് ഇന്ന് കോളേജിൽ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒന്ന് അക്വഡേറ്റ് വരെ പോയി വരാണ്. നമ്മുടെ കോളേജിൻ്റെ അടുത്തുള്ള സ്പോട്ടാണ്. ഇതാണ് ഗായ്സ് ഞങ്ങളെ കോളേജ്, ചേളന്നൂർ SN കോളേജ്. എന്താ 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 മിസ്സുമാർ കാണുന്നുണ്ടാ? നീ കട മുന്നോട്ട്. ഞങ്ങൾ കോളേജിൽ നിന്ന് മെല്ലെ ഇറങ്ങി. അതാണ് ഞങ്ങളെ കോളേജ്, ചേളന്നൂർ SN കോളേജ്. സെൽഫ് ഫിനാൻസിങ്. ഇത് ഞങ്ങളെ SN കോളേജിൻ്റെ ഹൈസ്കൂളാണ് ഈ കാണുന്നത്. ഹൈസ്കൂൾ നല്ലൊരു ഹൈസ്കൂളേ ഉള്ളൂ. അതാണ് ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ മെയിൻ കോളേജ്, ശ്രീനാരായണ ഗുരു കോളേജിൻ്റെ മെയിൻ കോളേജിലേക്കാണ്. ഇത് അവിടുത്തെ ഓഡിറ്റോറിയമാണ്. ഇന്ന് നമ്മൾ കോളേജിൽ നിന്നും ഒരു ടൂർ, ബാത്റൂം, ഇത് പിന്നെ നമ്മളെ ഈ NCC AV കാര്യങ്ങളൊക്കെ കോളേജിൻ്റെ അടുത്തുള്ള കുളമാണ്. ഇതാണ് ഗായ്സ് മെയിൻ കോളേജ്. മെയിൻ കോളേജിൻ്റെ മറ്റേതാണ്. ഇതാണ് മെയിൻ കോളേജിലെ അച്ഛന്മാർ. ഇതാണ് ഗായ്സ് ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് മെയിൻ കോളേജ് എന്ന് പറയുന്നത്. ഇത് പിന്നെ അവിടുത്തെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മളെ കോളേജിലേക്കുള്ള എൻട്രൻസ് ആണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ നമ്മളെ കോളേജിൻ്റെ കുട്ടികളാണ്. നമ്മൾ പമ്പിലേക്കാണ് പോകുന്നത്. ഗായ്സ് ഇതാണ് നമ്മളെ അക്വഡേറ്റിലേക്ക് പോകുന്ന വഴി. നമ്മുടെ ഈ ഒരു കോഴിക്കോട് നിന്നും ബാലുശ്ശേരി റൂട്ടിൽ പോകുന്നിടത്ത് നിന്ന് നമ്മൾ തിരിയേണ്ടത് നമ്മുടെ 84 ജംഗ്ഷനിൽ നിന്നും കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്തുന്നതാണ് നമ്മുടെ അക്വഡേറ്റിലേക്കുള്ള വഴി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇവിടെയാണ് കാളപ്പൂട്ട് മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നത്. കുറച്ച് മുന്നേ ഒരു ഊർജ്ജതളി കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ ഇവിടെയാണ് നടന്നത് ഗൈസ്. തനിയൊരു ഗ്രാമപ്രദേശമാണ് നമ്മൾ പോകുന്നത്. തനിയൊരു നാട്ടുംപുറം അക്വഡേറ്റ് കാര്യങ്ങളൊക്കെ. റോഡടച്ച് എന്ന് പറഞ്ഞാൽ ബോർഡൊക്കെ കാണുന്നുണ്ട് ഗൈസ്. അഡ്വഞ്ചർ ലൈഫ്. ഇതൊരു അപ്പാർട്ട്മെൻ്റ് ആണ് നിർത്തുന്നു ഗൈസ്. വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എടുക്കട ഓഫ് റോഡ്. ഹിമാലയ എടുക്കേണ്ടി വരുമോ? ഞാൻ എടുക്കണോ? ഇറങ്ങണോ? ഒരു ഓഫ് റോഡിങ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ കിട്ടിയിട്ടുണ്ട്. അക്വഡേറ്റിലേക്കുള്ള ഒരു ഓഫ് റോഡാണ് ഈ കാണുന്നത്. അതുവരെ നടക്കുന്നു. ബായ് ക്യാ അപ്പുറം വരെ ഉണ്ടോ ബായ്? ബായ് फुल वर्क ब्लॉगिंग. हाय बोलो. कहाँ घर कहाँ है? कोलकाता. दूसरा आदमी कोलकाता. ओके. कितना दूर? 1 किलोमीटर. थोड़ा गाड़ी चला സൈഡ് ഒരു ഐഡിയ എന്ത് ചെയ്യാൻ അറിയോ? ഒപ്പം ഇതിലെ പോവാ. അന്നേരം മുമ്പ് കാക്കൂര് കൂടി ഇങ്ങോട്ട് വരാം. നല്ല ഐഡിയ. എന്തായാലും നമ്മളെ മിഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കാണ്. ഓക്കെ ബൈ. ടീക്ക് ഗായ്സ്, നമ്മളങ്ങനെ അക്വഡേറ്റിലേക്കുള്ള യാത്ര ഉപേക്ഷിക്കുന്നില്ല. റോഡ് പണിയായിട്ട് നമ്മൾ എന്താ ഇത് ഇറങ്ങി നടന്ന് അവിടെ ഫുള്ള് റോഡ് പണിയാണ്. പക്ഷെ നമ്മൾ പോകുമ്പോൾ നമുക്ക് വേറെ വഴിക്ക് പോവാം. നേരെ പോവുകയാണ്. ഇതൊക്കെ നമ്മൾ വ്ളോഗ്. അതാണ് അന്തകിഷോർ ഉള്ളിൽ ഗില്ലി ആയിട്ടാണ് വന്നത്. ഫുൾ ഫ്രീക്ക് ട്രിപ്പ് കൂടുതലാണ് വച്ചാന്ന് എത്തിയിട്ടുള്ളത്. വ്യത്യസ്ത വൈബിലേക്ക് പോകും. അതെ, എന്നാ നമുക്ക് വണ്ടി എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ? അതെ, പോവല്ലേ ഗായ്സ്? അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. ഫുൾ ഓഫ് റോഡിങ് ആണ്. ഇതിലൂടെ ഈശ്വറാണ് നമ്മളെ ഡ്രൈവർ.
ഓഫ് റോഡ് ആയിരിക്കുന്നു. വണ്ടി ഓഫ് റോഡ് മോഡിലേക്ക് ഇട്. നമ്മളിവിടെ വെച്ച് ഒരു പ്രോ ഏട്ടനെ കണ്ടുമുട്ടി. ഇത് മുതുവാട്ടുതായം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, മുതുവാട്ടുതായം. നമ്മൾ മുതുവാട്ടുതായമാണ് എത്തിയിട്ടുള്ളത്. മുതുവാട്ടുതായം കാര്യങ്ങളാണിത്. ഉപചേതന വായനശാല, അതുപോലെ തന്നെ മറ്റ് ഇവിടെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരെ പോയിട്ട് ലെഫ്റ്റിലേക്ക് കയറിയുണ്ട് നമ്മളെ ഗായ്സ്. ഇതാണ് നമ്മൾ അക്കോഡേറ്റിലേക്കുള്ള വഴി. ആ കാണുന്നതാണ് നമ്മുടെ പൂക്കുന്നുമലയുടെ ഒരു ചെറിയ ഭാഗമാണ്. പൂക്കുന്നുമല എന്ന് പറയുമോ ആ കാണുന്നത്. ഈ നേരെ പോയിട്ടുണ്ടെങ്കിൽ കാക്കൂരാണ്. ഇവിടെ കണ്ടില്ലേ, ഫുൾ വയൽ കാര്യങ്ങളൊക്കെയാണ്. ഫുൾ പ്രകൃതിയായിട്ട് ലയിച്ചിട്ടുള്ള ഓരോരോ സംഭവങ്ങളാണുള്ളത്. ആരാടാ പഴയ ഫാഷനല്ലത് ഒഴിവാക്ക്. നീ എന്തോട് മതി മതി. ഓക്കെ സഞ്ജയിന്റെ ചാനൽ ചെയ്യാനുള്ള പരിപാടികളാണ്. നല്ല ക്ലൈമറ്റ് അല്ലേ ഇവിടെ, പ്രത്യേക ഒരു നാച്ചർ. ഇവിടെ വർക്ക് ചെയ്യാം ഗായ്സ്. ഇവിടെ നല്ല കാറ്റ് കണ്ടില്ലേ, ഇലയൊക്കെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ അക്കോഡേറ്റിലുള്ളത്. വൈകുന്നേരങ്ങളിലൊക്കെ ആയ അടിപൊളി, എല്ലാവരും വന്നിരിക്കുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ കുറ്റ്യാടി ജലസംഭരണി എന്നുള്ള ഈ ഒരു വെള്ളത്തിൻ്റെ സംഭവം തുറന്നു വിട്ടുകൊണ്ട് ഇവിടെ തന്നെ നല്ല വെള്ളമുണ്ട്. മേലെ നിന്ന് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട് വെള്ളം. ഇതാണ് അക്കോഡേറ്റ്. ഇതിൻ്റെ മുകളിൽ കൂടെ വെള്ളം പാസ് ചെയ്യുന്നുണ്ട്. കുളിക്കാറൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പിന്നെന്തൊക്കെയോ പ്രശ്നങ്ങൾ, പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ലഹരി കാര്യങ്ങളൊക്കെ കൂടിയത് കൊണ്ട് തന്നെ പിന്നെ ഇവിടെ റെസ്ട്രിക്ഷനൊക്കെ ആയിരുന്നു. ഇപ്പം എങ്ങനെ അറിയില്ല, കുറച്ച് ആളുകൾ കുളിച്ചു വരുന്നുണ്ട്. ഓരോടാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഒരു വ്ലോഗ് എടുക്കട്ടെ. അവിടെ എങ്ങനെ വെള്ളമുണ്ടോ? ഓ, വെള്ളമൊക്കെ ഉണ്ട്. അടിപൊളിയാല്ലേ? നമ്മളൊക്കെ ഏതാ സ്കൂള്? സഞ്ജയ് തന്നെയാ. ക്ലാസ് കട്ട് ചെയ്ത് കുളിക്കാൻ വരുന്ന ടീമാണ് ഗൈസാ പോകുന്നത്. 8ലും 10ലൊക്കെ ഉള്ള കുട്ടികളാണ് ഗൈസ്. ഇത് പിന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നതാണ് കപ്പിൾസ്. നമുക്ക് പെണ്ണില്ലേ? അജയ് സിദ് SID സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്നതാണ് ഗൈസ് തോന്നുന്നത്. ഗൈസ് അങ്ങനെ നമ്മളെവിടെയുള്ളത്? അക്കോഡേറ്റിലാണ് ഗൈസ് നമ്മളിലാണുള്ളത്. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റൊക്കെ ഒരു ഏത് ഉച്ച സമയത്ത് വന്നാലും തണുപ്പ്, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബീച്ചിൽ പോയ ഫീൽ പറയുമ്പോൾ നല്ല കാറ്റ്, ബീച്ചിലെ അതേ കാറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം തണലൊക്കെ ഉള്ളതുകൊണ്ട്. ഏകദേശം സമയം എത്ര മണിയാണ്? 2:22 ഗൈസ്. ആ, അപ്പോൾ എന്നിട്ടും അത്യാവശ്യം നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ചെക്കന്മാർ കുളിക്കാൻ വരിക, അതുപോലെ തന്നെ കപ്പിൾസ്, അവിടെ ഒരു കപ്പിൾസ് ഉണ്ട്, അവിടെ ഒരു കപ്പിൾസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ട്രാക്ടറൊക്കെ ഉണ്ടല്ലേ അതവിടെ, കൃഷി കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ
ഇറിഗേഷൻ ഫെസിലിറ്റി ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു മേലെ നല്ല വെള്ളം ഉണ്ട്. നമ്മൾ മേലെ പോയി നോക്കെ അല്ലേ? ഓ അവരൊക്കെ ഇപ്പോൾ കുളിച്ചിട്ടുണ്ടല്ലോ. നല്ല കാറ്റുണ്ട് ഗൈസ്, നല്ല കാറ്റ് പറഞ്ഞാൽ അടിപൊളി. ഇവിടെയൊക്കെ നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരങ്ങളൊക്കെ അല്ലേ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയൊക്കെ നല്ല സ്പോട്ടാണ്. അതുപോലെ തന്നെ കപ്പിൾസിനാണെങ്കിലും ഒരു പ്രൈവസി എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു കാമായിട്ടുള്ള അല്ലേ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം. ഇതിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളെ സിനിമയിലൊക്കെ കാണുമ്പോൾ തന്നെ ഷൂട്ടിങ് ഉണ്ട്. ഞാൻ തന്നെ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കിളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം കാര്യമായിട്ടും. കിളി ഒരു ബസ് ഇതിലിങ്ങനെ പിന്നെ മറ്റേ പ്രകാശം പറക്കട്ടെ എന്ന സിനിമയിൽ ഒരു പാട്ടിൽ ഈ ഒരു നമ്മുടെ ഇതില്ല തണ്ണീർമത്തല്ലേ ആ ചെക്കനല്ലേ ആ ഒരു ഇവിടുന്ന് എല്ലാവരും സ്റ്റാറ്റസ് പിന്നെ അക്കോഡേറ്റ് എന്ന് പറഞ്ഞില്ല ആ ഒരു വീഡിയോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ ഒരു ലെഫ്റ്റ് വശമായിട്ട് ഒരു അക്കോഡേറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ട് വശത്തും എന്താ പറയുക വയലാണ് അല്ലേ, കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല പുല്ലും കാര്യങ്ങളൊക്കെ മുളച്ച് നല്ല ഇവിടെ വേറെ എന്തൊരു കൃഷി ഇവിടെ എനിക്ക് തോന്നുന്നു വെണ്ടയും ചീരയും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെ നല്ല ഡ്രൈ ആയി ഇവിടെ നല്ല ഡ്രൈ ആയി കിടക്കുന്നുണ്ട് അല്ലേ. ഇവിടെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നെല്ല് കൃഷിയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഇളച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വെള്ളം നമുക്ക് അറിയാം അങ്ങോട്ടേക്ക് അടിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെടുത്തോ ഗൈസ്, ഇതൊക്കെ അക്കോഡേറ്റിൻ്റെ ഒരു സൈഡിലുള്ള ഓരോ വീടുകളും അതുപോലെ തന്നെ കൃഷികളൊക്കെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല തണുപ്പാണ്. അവിടെയാണ് നമ്മൾ അക്കോഡേറ്റ് ഈ ഒരു ഇതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വലിയൊരു ബണ്ട് പോലെയാണ്, നമുക്ക് കയറാൻ പറ്റുമെങ്കിൽ നോക്കാം. ഇപ്പോൾ എൻട്രൻസ് ഉണ്ടാ അറിയുമോ, പിന്നെ ചെറിയ ചെറിയ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ അക്കോഡേറ്റ് ഇങ്ങനെ വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട പയ്യന്മാരാണ്. ഇവിടെ എന്തോ കുഴൽക്കിണറിൻ്റെ പരിപാടിയാണെന്ന് തോന്നുന്നു, എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആണ് ഇൻഫർമേഷൻ കൊടുക്കരുത്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ എന്താ ഒരു വിഷ്വൽ ബ്യൂട്ടിയില്ലേ. സൈഡിലും വയലും അതുപോലെ തന്നെ ഒത്ത നടുക്ക് റോഡും ഒക്കെ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരിക്കലും വെള്ളമില്ലാത്തൊരു സ്ഥലമായിരുന്നു. ഡാം തുറന്നതാണോ? അഴുക്ക് വെള്ളം അല്ലേ, ഫുൾ പൊടി. നേരെ എടുത്തോ, ഫുൾ പൊടി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ചൂണ്ടൊക്കെ ഇടുന്നുണ്ടല്ലേ? ചൂണ്ടല്ല, പൈപ്പാ. ഇത്രയല്ല ചൂണ്ട, ചൂണ്ടേനകത്ത് ഇരിക്കുന്ന സാധനമല്ലേ വട്ടത്തിലല്ലേ. ഇവിടെയൊക്കെയാണെന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധയിൽ അയിഞ്ഞാടുന്ന ഏരിയാസാണ്. ഈ ഒരു കാടിൻ്റെ ആ ഒരു മരത്തിനുള്ളിലൊക്കെ നമുക്ക് പ്രത്യേകം അറിയുന്ന സ്ഥലമാണ്. ചിലപ്പോൾ അവിടെ വെള്ളത്തിനുള്ളിൽ വരെ ഇടുന്ന അതെ
മറ്റേ സ്ഥലങ്ങളിൽ ഇതാ ഇപ്പുറത്തെ സൈഡിലൊക്കെ ഫുൾ വീടുകളാണ്. അവിടെയൊക്കെ ഫുൾ വീടുകൾ കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിലും വീടുകളുണ്ട്. അവർക്കൊന്നും പിന്നെ വെള്ളത്തിൻ്റെ വെള്ളമൊക്കെ പെട്ടെന്ന് വീടിൻ്റെ അധികം ഉണ്ടാവില്ല, വെള്ളക്ഷാമം കാര്യങ്ങളൊന്നും നല്ല വെള്ളം. നല്ല അടിപൊളി ഒരു ഇതാണ്. ഇവിടെയൊക്കെ ആമത്തെ കുറച്ച് വെയിൽ വന്നു ഇല്ലേ? അതെന്താ മലയാണല്ലേ? ഏത് മലയാ? പൂക്കുന്നാണോ അത്? നല്ല വലിയൊരു മല കാണുന്നുണ്ട്. ഗൈസ്, ഇതാണ് നമ്മളെ തോട് വന്ന് സ്റ്റാർട്ടാകുന്ന ഒരു സ്ഥലം. അക്വഡേറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പാത്ത് എന്ന് പറയുന്നത് ഇതാണ്. അവിടെയൊക്കെ പറഞ്ഞാൽ പണ്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി അവിടേക്ക് ഇരിക്കുന്ന ഒരു ഇതാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അക്കരയ്ക്ക് എത്താം. നമ്മുടെ അടുത്ത അക്കടെ ഇതുപോലത്തെ ഒരു ബണ്ട് ഉണ്ടാവും, കാല് തെറ്റിയാൽ താഴെ പോകും. അതെ, അത്രയും സീനാണ്. ഇപ്പോൾ അവിടെ നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം അവിടുന്ന് വേറെ എന്തൊക്കെ അലമ്പ് പരിപാടി കാര്യങ്ങൾ നമുക്ക് അറിയാലോ. ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നാട്ടുകാർ പ്രശ്നമാക്കും. അതുപോലെ തന്നെ പല ഏരിയയിൽ നിന്നുള്ള ആളുകളും വന്ന് പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും. അപ്പോൾ വാ, ഇതിലിങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് ഞങ്ങൾ ഒരു 5-10 ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളൊക്കെ വന്നിട്ട് ഇതിലങ്ങനെ നടന്ന് അതിൻ്റെ മുകളിൽ കൂടി അവിടം വരെ പോകുന്ന ഒരു സംഭവമൊക്കെ. ഞാൻ ആദ്യമായിട്ട് എല്ലാവരും കൂടി രണ്ടാമത് പോയത് ഇവിടെയാണ്. ഞാൻ ആദ്യം പോയത് ഒരു മല എന്നാണ് ഒരു ഇവിടുന്ന് ഇതിലിങ്ങനെ നടന്നിട്ട് അവിടെ അതിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ കുറച്ച് റിസ്ക് ആണ്. പക്ഷെ അതിൻ്റെ താഴെ കൂടെ നമുക്ക് നടന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് എത്തും. അതിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് മുട്ടിൻ്റെ ആയ ഉണ്ടാവും, നമ്മളെ കാലിന് മുട്ടിൻ്റെ ആയ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെ നോ എൻട്രി ആണ്, ഗേറ്റ് പൂട്ടിയിട്ടാണ്. സാധാരണ ഈ വെള്ളം വരുന്ന സമയത്ത് അത് ഓപ്പൺ ചെയ്യുന്നതാണ്. ആളുകൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുളിക്കുകയും അതുപോലെ തന്നെ മുകളിൽ കൂടെ നടക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപകടങ്ങളെ ചൊല്ലിയും അതുപോലെ തന്നെ പല എന്താണ് ഇപ്പോൾ നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് ദൂഷ്യമായിട്ട് ഉപയോഗിക്കുമല്ലോ. അതാണ് അത്തരം കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് പ്രശ്നങ്ങളാണ്. ഗൈസ്, ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. എന്തായാലും നോ എൻട്രി ആണ്, ആരെയും കണ്ട് പ്രശ്നമാവില്ലായിരിക്കും. നമുക്കിതാ വേറൊരു വഴിയും കൂടി അവിടെ ഒരു സ്റ്റെപ്പ് ഇട്ടൊരു വഴി ഉണ്ട്. ഇതിലേ നമുക്ക് കയറാൻ പറ്റും. ഇത് കണ്ടില്ലേ, കുറേ ഓസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇതാടാ ഈ ഓസുകൾ കണ്ടില്ലേ, ഇതൊക്കെ പല പല വീട്ടിലേക്ക് ഇങ്ങനെ വെള്ളം എടുക്കുന്ന കാര്യങ്ങളാണ്. ഇതാണ് നമ്മൾ അക്വഡേറ്റിൻ്റെ മേലത്തെ ഒരു വ്യൂ. നമ്മൾ താഴത്തെ വ്യൂ ആണ് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു മണമുണ്ട് വെള്ളത്തിനോ? ആ പുതിയ വെള്ളമായിട്ടാ. പല വീട്ടിലേക്കുള്ള ജലത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. നല്ല മണമുണ്ട്. ആ ഒരു ചീന മണം, കെട്ട മണമുണ്ട് ഗൈസ്. അവിടെ നോക്ക്, നമ്മളിപ്പോൾ അക്വഡേറ്റിൻ്റെ മുകളിലാണുള്ളത്. മുകളിൽ എന്ന് പറയുമ്പോൾ ടോപ്പിലല്ല, അതിൻ്റെ ഏകദേശം സ്റ്റാർട്ടിങ് പോയിന്റിലാണ് നമ്മളുള്ളത്. അതാ അവിടെ നിന്ന് നമുക്ക് കാണാൻ അല്ലേ? വെയിലാണ്. ഈ ഉച്ച സമയത്തൊക്കെ കയറുമ്പോൾ നല്ല വെയിലാണ്, നല്ല വെയിലാണ്. ചെമ്പോ ഞങ്ങൾ പണ്ട് ഇവിടുന്ന് അവിടം വരെ ഏകദേശം ഒരു 500 മീറ്റർ ഒക്കെ ഉണ്ടാവില്ലേ? ഇവിടുന്ന് അങ്ങോട്ടേക്ക് 500 മീറ്റർ ഞങ്ങൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഈ ഒരു ചെറിയൊരു വഴി ഉണ്ട്, അതിലെങ്ങനെ നടക്കുകയായിരുന്നു. വാ, എന്താ ഈശ്വറ. നമ്മൾ വണ്ടി അത് അവിടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് അക്വഡേറ്റ്? ഗായ്സ്, അതൊക്കെ ഞങ്ങളെ കോളേജിലെ ഒരു ഹായ് പറയോ? ഹായ് പറയോ? വ്ളോഗിങ്ങിലാ. ഇതൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഗായ്സ്. ഒരു ഹായ് പറയൂ. ഹായ് അജയ് സിദ്ധ്. ഗായ്സ്, അങ്ങനെ നമ്മളെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പം ഏകദേശം 3 മണിയായി. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യും. ചാർജൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ. ഇവിടെ ഇപ്പോൾ നല്ല ക്ലൈമറ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം സ്കൂട്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അടുത്ത ഏതെങ്കിലും ഒരു അടിപൊളി വ്ളോഗിൽ കാണുന്നവരേക്കും ബൈ. ബൈ ഗായ്സ്, ബൈ.